സംസ്ഥാനക്കാർ തൊഴിൽ തേടി കേരളത്തിലെത്തുന്നതുപോലെ മലയാളികൾ അയൽ സംസ്ഥാനങ്ങളിലേക്കും ജോലിക്ക് പോകാറുണ്ട്. എന്നാൽ അവിടെ അവർ എത്രത്തോളം സുരക്ഷിതരായിരിക്കും? മറ്റൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിലുള്ളവരുമായി കലഹിച്ചാലും കൂടുതൽ അടുത്താലും കുഴപ്പമാണ്. തമിഴ്നാട് കമ്പത്ത് മലയാളിയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൃശൂർ സ്വദേശിയായ മുഹമ്മദ് റാഫിയെ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ കമ്പം സ്വദേശി ഉദയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നു. തേനി ജില്ലയിലെ കമ്പത്ത് സ്വകാര്യ ലോഡ്ജിൽ വെച്ചാണ് 44 വയസ്സുള്ള മുഹമ്മദ് റാഫി കൊല്ലപ്പെട്ടത്. ഇയാൾ തൃശൂർ സ്വദേശിയാണ്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെയുണ്ടായിരുന്ന ഉദയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് റാഫി ഗ്രിൽ വർക്കറാണ്. മുമ്പ് കേരളത്തിൽ റാഫിയോടൊപ്പം ജോലി ചെയ്തിരുന്ന കമ്പം സ്വദേശിയായ ശരവണൻ ഇപ്പോൾ അവിടെ സ്വന്തമായി ഗ്രിൽ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ജോലി കൂടുതൽ ലഭിച്ചതിനാൽ ശരവണൻ റാഫിയെ കമ്പത്തേക്ക് വിളിച്ചു വരുത്തി. കഴിഞ്ഞ ഒക്ടോബർ 6-ന് കമ്പത്തെത്തിയ റാഫി ചെല്ലാണ്ടി അമ്മൻ കോവിൽ സ്ട്രീറ്റിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ താമസിച്ച ശരവണനോടൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു. ഒക്ടോബർ 8-ന് രാത്രി റാഫി തന്റെ മുറിയിലേക്ക് മടങ്ങിയെത്തി. തുടർന്ന് മുറിയിൽ താമസിച്ചിരുന്ന കൂടല്ലൂർ MGR കോളനിയിലെ ഉദയകുമാറുമായി ചേർന്ന് ഇരുവരും മദ്യപിച്ചു. മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രകോപിതനായ ഉദയകുമാർ ജോലിക്ക് ഉപയോഗിക്കുന്ന ചുറ്റികയെടുത്ത് മുഹമ്മദ് റാഫിയുടെ നെഞ്ചിൽ അടിക്കുകയായിരുന്നു. അടിയേറ്റ റാഫി ബോധരഹിതനായത് കണ്ട് ലോഡ്ജ് ജീവനക്കാർ ഉടൻ തന്നെ കമ്പം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഇൻസ്പെക്ടർ പാർത്ഥിബന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ റാഫി മരിച്ചതായി വ്യക്തമായി. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കമ്പം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കമ്പം.